ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മാസങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ശ്രീ ജോസഫ് വിജയ്, ജനനായകൻ. അപ്പോൾ കുറെ നാളത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തു. ഇവിടുത്തെ റേറ്റൊക്കെ വെച്ചാൽ 1200, 1500, 2100 ഇതാണ് റേറ്റ്. കുറഞ്ഞില്ല. ഓൾമോസ്റ്റ് എല്ലാ ഹൗസ്ഫുള്ള്. വൺ ലാസ്റ്റ് ടൈം ഒറ്റ ബാക്കി പറഞ്ഞ കാട്ടവരാതെ. കാരണം യവന്മാർക്ക് ഇത്രയും വലിയൊരു കരിയർ എൻഡിങ് ചെയ്യുന്ന ഒരു നടന് കൊടുക്കാൻ പറ്റിയ സിനിമയാണ് അത്. അത്രയ്ക്ക് കൂറാം. കാരണം കൊള്ളാന്ന് പറയാൻ വേണ്ടി ഇതിൽ അനിരുദ്ധിന്റെ ബീജിയം അല്ലാതെ ഒന്നുമില്ല. ബാലയ്യ ഭഗവത് കേസിൽ അവരത് പിന്നെ സഹിക്കാം. ഇത് കൊള്ളാന്ന് പറയാനായിട്ട് അതില് ഒന്നും തന്നെ ഇല്ല. കാരണം അത്രയ്ക്ക് വെറുപ്പീര്. ഇതില് CG ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, എല്ലാം തേർഡ് ക്ലാസ്. കാരണം ക്ലൈമാക്സിലൊക്കെ മറ്റേ റോബോട്ട് പറക്കുന്നു വരുന്നു, ഇതൊക്കെ മറ്റേ വീഡിയോ ഗെയിംസ് കളിക്കുന്ന പിള്ളേർക്കുള്ള അതേ സ്റ്റാൻഡേർഡ്. അത്രയ്ക്ക് കൂടാം. എന്നുവെച്ചാൽ ഓർത്തിരിക്കാൻ പറ്റുന്ന സീൻ ഒന്നും ഈ സിനിമയിൽ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കാരണം 16 വർഷമായിട്ട് വിജയ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. പക്ഷെ ഒരുപാട് മോശം സിനിമ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒട്ടും കൂടില്ല. അതാ പറയണ്ട, അത്രയ്ക്ക് മോശം. ഇദ്ദേഹത്തിന്റെ കരിയർ ലാസ്റ്റ് മൂവി ആയിട്ട് കൊടുക്കാൻ പറ്റിയ സിനിമയാണ് ഇത്. മെർസൽ പോലെയോ അല്ലെങ്കിൽ ലിയോ പോലെ മൂവി കൊണ്ട് എൻഡ് ചെയ്യാണ് കരിയർ ഇത്ര കൂറ സിനിമയായിട്ട്. കാരണം തുടക്കം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാവുന്നില്ല, ഇതിന്റെ പോക്ക് ഇങ്ങോട്ടാന്ന്. നമുക്ക് ആദ്യത്തെ സീൻ കാണുമ്പോഴേ മനസ്സിലാവും. ആദ്യത്തെ ജയിൽ സീൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും പടം പോക്കാണെന്ന്. കാരണം സ്ഥിരം സിനിമ പോലെ അമ്മ പാസം, അനിയത്തി പാസം, ചേട്ടൻ, ജനനായകൻ, അത് തന്നെ ശരിയായിട്ടില്ല. ആക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, മമിത രക്ഷിക്കാൻ പോകുന്ന ഫൈറ്റ് സീൻ. അല്ലാണ്ട് ഇതിനകത്ത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെയില്ല. വില ആയിക്കോട്ടെ വീഡിയോ മോശം. പാട്ടും അത്ര അങ്ങോട്ട് സീനുമായിട്ട് അങ്ങോട്ട് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള പാട്ടുകളും അനാവശ്യമായിട്ട് ലാഗിങ് സിനിമയിൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് ഹാഫ് സഹിക്കാം, സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗ്. അത് ഏറ്റവും ദുരന്തം പറയുന്നത് CG ആണ് ഗ്രാഫിക്സ്. ഷിപ്പിടിക്കുന്ന സീനെ കണ്ട് കരയും. അതുപോലത്തെയാണ്. ഒരു ആഫ്രിക്ക ഏതോ ഒരു പേട്ട് രാജ്യത്തിൽ പോയിട്ട് യുദ്ധമുള്ള സീനാണ്. അയ്യോ, ഇന്നത്തെ കാലത്ത് പിള്ളേർ ഗെയിമിൽ അല്ലെങ്കിൽ ജെമിനിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കി തുടങ്ങി. അതിന് അത്ര ലോക്കൽ ഗ്രാഫിക്സ്. ഇത് എന്മാര് എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ എടുത്ത് മനസ്സിലാവുന്നത്? അത്ര കൂറ സിനിമയാണ്. ഭയങ്കര ഡിസപ്പോയിന്റിങ്. സിനിമയിൽ ഒന്നും എടുത്തു വരാൻ പറ്റുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക്, ആ ബീജം, രാവണമോട, അതല്ലാണ്ട് ഇതിനകത്ത് ഓർത്തിരിക്കാൻ പറ്റും ഒന്നും തന്നെയില്ല. വിജയ് എന്നൊരു ആക്ടർ ക്രിയേറ്റുന്ന ഓറ അത് ഈ സിനിമയുടെ കഥയായിട്ട് മാച്ചേ ആവുന്നില്ല. അത്രയ്ക്ക് അവൻ ഡയറക്ടർ എന്താണ് മമിത ബൈജു, മലയാളത്തിൽ മമിത ബൈജു അല്ല തമിഴിൽ കാണിക്കുന്നത്. പുള്ളിക്കാരി ക്രിഞ്ചങ്ങ് മെഴുകുവാണ്. ക്രിഞ്ചും ക്യൂട്ട്നസ് കാര്യം മെഴുകുവാണ്. പുള്ളിക്കാരുടെ ഫൈറ്റൊക്കെ ഉണ്ട് ലാസ്റ്റ്. മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടും എത്തിയിട്ടില്ല. അതാണ് അവസ്ഥ. പടം 3 മണിക്കൂറിൽ കൂടുതൽ, 3 മണിക്കൂർ 10 മിനിറ്റ് ഒന്നും ഉണ്ട് സിനിമ. ടൈറ്റിൽ കാർഡ് കിട്ടില്ല ടൈറ്റിൽ കാർഡാണ്. എക്കാലത്തെ വിജയമുള്ള സിനിമ കിടൻ ടൈറ്റിൽ കാർഡ്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട് എന്ന ടൈറ്റിൽ കാർഡ് സൂപ്പർ. പുള്ളി ശരിയല്ല. കാരണം ഇപ്പൊ ലാസ്റ്റ് ഗോട്ട് ഇതിലും ഭേദമാണ് എനിക്ക് തോന്നുന്നു. ഗോട്ട് ഇതിലും ഭേദമാണെന്ന് തോന്നുന്നു. ലിയോയിൽ കൊണ്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളായിരുന്നു. ബട്ട് ഇത് വല്ലാത്ത ചൈതിയായിപ്പോയി. ഇത്രയും പ്രതീക്ഷിച്ച് ഇത്രയും 5 months വെയിറ്റ് ചെയ്തിട്ട് പണം ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. ഭയങ്കര. കാരണം അത്ര കത്തി സിനിമയാണ്. നമുക്ക് ഫാൻസിനൊക്കെ പോയിട്ട് വിളിക്കാൻ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു മൂന്ന് വലിയ സിനിമയില്ല. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പോയി കണ്ടുവരാം. അത്രയുമല്ലാതെ ജസ്റ്റ് കണ്ട വിജയുടെ സ്ക്രീൻ പ്രസൻസ് ലാസ്റ്റ് ആയിട്ട് കാണുന്നൊരു അത്ര അനുഭവം അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ഇതിന് തരാൻ കഴിയില്ല. ഭയങ്കര ദുരന്തമായിപ്പോയി. ഭയങ്കര. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഭയങ്കര മോശം സിനിമയാണ്. ഭയങ്കര അച്ചടത്തിന്. വൺ ടൈം വാച്ചായിട്ട് വീട്ടിൽ വരാനല്ലാതെ ഒന്നുമില്ല. 150 മുടക്കി സിനിമ കാണുന്നത് കാണാം, അല്ലാതെ അതിൽ കൂടുതൽ മുടക്കി കാണേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ഇടുന്ന റേറ്റ് ഞാൻ പറഞ്ഞ 1100, 1200 1007 ഇല്ല റേറ്റ്. എല്ലാം ഹൗസ്ഫുള്ളുമാണ്. ഇതിപ്പോ
ടു ബാഡ്.